അത് പിന്നെ വൈശാഖേട്ടാ സത്യം പറയല്ലോ, ഞങ്ങള് രണ്ടുപേരും വാഷ്റൂമിൽ പോയതാ, അതുകൊണ്ടാ ഫോൺ എടുക്കാഞ്ഞത്. സോറി വൈശാഖേട്ടാ, കിച്ചുവിനോട് എടുത്തിട്ട് പോയതിന്. വാഷ്റൂമിൽ പോയ നിങ്ങളങ്ങനെ ഞങ്ങളോട് വന്നു കണ്ടേ? അപ്പോ ശരിക്കും ഞങ്ങളെ കണ്ടോണ്ട് വാഷ്റൂമിലോട്ട് ഓടിയതാണെന്ന് സാരം അല്ലേ? നശിപ്പിച്ച് അല്ലേ? ചെറുതായിട്ട് ഒരൊറ്റടി വെച്ചെന്നല്ല, ഇതിന്റെ 32 കൊല്ലം ഞാൻ താഴെ പാട്ടി. നിത്യ നല്ല ബാലൻസ് ആണല്ലോ. പ്ലാനെല്ലാം പൊളിഞ്ഞപ്പോ കുട്ടിക്ക് സങ്കടമായെന്ന് തോന്നുന്നു. ഇത്ര ഒപ്പിച്ചു വെച്ചിട്ടേ അവസാനം എല്ലാം ഒരിതിലങ്ങ് വെടിക്കത്തിലങ്ങ് തീർന്നില്ലേ? മര്യാദക്ക് വന്നതേ ഈ സാമാനത്തിനെ കൊണ്ടുപോക്കും അവള് കടിച്ചു പറിക്കുക ഞങ്ങളുടെ ചെവിയും കാലുമൊക്കെ. ആ വൈശാഖേട്ടാ, ഇനി ഞങ്ങള് വന്നോളാം. ശരി എന്നാ വെച്ചോട്ടോ. എന്താണ് വൈശാഖേട്ടൻ പറഞ്ഞേ? എന്നതാ? അവള് വല്ല മെനെ ഒപ്പിച്ചു കാണുമല്ലേ? അതെ അതെ, അവൾ ആരുടെയോ കൈയും ചെവിയും കാലൊക്കെ വരച്ചു പറിക്കുന്നെന്ന് അറിയത്തില്ല. നമുക്ക് ഡോക്ടറിനെ വിളിച്ചോണ്ട് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഉള്ള സജ്ജീകരണം കൊണ്ട് പോയാ പോരെ. എന്തായാലും പട്ടി കടിച്ചതിന്റെ തീറ്റി അവരെടുക്കണം. എന്നെയും കൊണ്ട് നീ കൂടുതലൊന്നും പറയിക്കരുത്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ പോണ്ടാന്ന്. ഈ സാമാനത്തിനെ നോക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം ഇത് പോകുന്ന വഴി പോയതാ, പിന്നെ തിരിച്ചു വരണമെങ്കിൽ അവളുടെ തലയിലേക്ക് കെട്ടിറങ്ങണം. This is നിങ്ങളുടെ ഹൗസ്? Oh my god, wow, wonderful, very nice. So, ഇതിലേതാണ് കടമ്പച്ചേട്ടന്റെ റൂം? വരൂ കൃഷ്ണന്തു, ഞാൻ കാണിച്ചുതരാം നിന്റെ കണ്ടംപൂച്ചയുടെ റൂം. ബാബാ ഞാൻ കാണിച്ചുതരാം. അങ്ങനെ നമ്മുടെ വിഷ്ണു എന്തോ ഒരു പണി വിവേകിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കിച്ചുവിനെയും കൊണ്ട് നമ്മുടെ വിവേകിൻ്റെ റൂമിലേക്ക് പോയിട്ടോ. വിവേക് വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ കേൾക്കാതെ അവളെ റൂമിൽ കൊണ്ട് അവിടെ ഇരുത്തി. പിന്നീട് അനുഭവിച്ച ചേട്ടാ എന്നുള്ള രീതിയിൽ അവർ രണ്ടും അവിടെ നിന്ന് സ്കൂട്ടായി കേട്ടോ. അങ്ങനെ നമ്മുടെ വിവേക് കിച്ചുവിനോട് എന്തൊക്കെയോ സംസാരിക്കാൻ, അല്ലെങ്കിൽ അവളുടെ അടുത്തേക്ക് പോവാണ്. എന്ത് സംസാരിക്കാൻ? അല്ല കൃഷ്ണന്തു, നീ ഞാനെന്നാ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയ. അത് പിന്നെ സോറി സർ, ഐ ആം റിയലി സോറി. പാട്ടീനെ കേട്ടപ്പോഴേ ചേച്ചിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേ ഞാൻ ഓടിഞ്ഞു പോന്നേ. പബ്ലിക് ചെന്നപ്പോൾ അഞ്ജുവും എനിച്ചും കൂടെ ഭയങ്കര ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ബോറടിച്ച് അവിടെ നിൽക്കുന്ന വെയിറ്ററിനെ വിളിച്ച് ഞാൻ കുപ്പി ഒത്തിരി വാങ്ങിച്ചു കുടിച്ചുട്ടാ. പക്ഷേ എനിക്ക് ഒന്നും ഓർമ്മയില്ല. താനങ്ങനെ എനിക്ക് വർക്ക് തന്നെയാണോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ലാലോ. ആണോ? അപ്പോഴേ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വർക്ക് കൂടെ ചെയ്യാട്ടോ. പക്ഷെ എനിക്ക് ഒന്നിനും വയ്യ. പക്ഷെ വർക്ക് ചെയ്യാനുള്ള പ്രായരിക്കാതെ, ഞാൻ കൊച്ചുകുട്ടിയല്ലേ. ഒറ്റയിലും പറട്ടെ, ഇതിനെനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാലേ നീ വല്ല ഫുട്ടിലോ പാട്ടി. എന്തിനാ എന്നെ വഴക്ക് പറയുന്നത്? അല്ലെങ്കിൽ ഞാനാ പോണ്ട. നിങ്ങളെ പോലെ എടുത്തിനെ സ്നേഹിച്ചില്ലേ, മനസ്സിലായിട്ട് ലവ് ചെയ്തില്ലേ? അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് കുറെ ഫൈൽസിനെ സ്നേഹിക്കാൻ മാത്രം അറിയുള്ളൂ. പിന്നെ നിങ്ങളുടെ ചേട്ടനെ അനിയനെയും ഒക്കെ മാത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ പ്രണയമൊന്നും മനസ്സിലാവില്ലല്ലോ. എന്ത് ചെയ്യാനാ? കിച്ചു നീ മൊണ്ണയാ. ഇതുപോലൊരു മനനൊന്നും നീ സ്നേഹിച്ചില്ലേ? നീ എന്തിനാ ഇങ്ങനെ സ്നേഹിച്ചേ? വിട്ട് കളിച്ചു, നീ വിട്ടുകള. ഇതുപോലൊരു മനനൊന്നും നീ സ്നേഹിക്കാൻ പാടില്ല കിച്ചു, പാടില്ല. ആരടി മണ്ണി? ദൈവമേ, തേണ്ടാ പോന്നു. ഉറങ്ങിയ ഈശ്വര, ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ. ഓ, ശരിക്കും നിനക്കെന്നെ ഇഷ്ട? ഓ മൈ ക്യൂട്ടി ബേബി. അല്ലേലും വെള്ളം അടിക്കുമ്പോഴായിരിക്കുന്ന സത്യമെല്ലാം വീഴുമെന്നല്ലേ. അങ്ങനെ ഒരു സത്യവും വീണു. ശരിയായിരിക്കും. എനിക്ക് വയ്യ. സാറേ. അയ്യോ സാറേ, എന്ത് കിച്ചു? എന്തോന്ന്? നീ എന്തിപ്പോ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ എന്താ പറഞ്ഞ? വിച്ചു അല്ല കിച്ചു. ഈ പേരൊന്ന് കൺഫ്യൂഷനാണ്. ചച്ചു കിച്ചു വിച്ചു വച്ചു. ഓ എന്റെ ദൈവമേ. അത് പിന്നെ സാർ, ഞാൻ ഉദ്ദേശിച്ചത് കിച്ചു എന്നാണ്. പക്ഷെ കേറി വന്നപ്പോ എന്റെ അബദ്ധത്തിൽ എന്റെ വായിന് വീണ് പോയത് കിച്ചു എന്നാണ്. സോറി, മൈ മിസ്റ്റേക്ക്. നിന്റെ കിച്ചു എന്താ മോളിലുണ്ട്, എടുത്തോണ്ട് പൊക്കോണം മര്യാദയ്ക്ക്. പട്ടികളെ, ബെഡ്റൂം ഇല്ലാത്തതിന്റെ കൂട്ടാണല്ലോ നീക്ക് ഇവിടെ ഒക്കെ നടന്നത്. അവത്തിനെയും കൊണ്ട് മനുഷ്യനെ കിടത്തി ഉറക്കില്ല. എന്താടി നീക്ക് എന്താ
എന്താ ഇവിടെ കിടന്നുറങ്ങുന്നേ? നിനക്ക് എന്താ റൂമില്ലേ? മിണ്ടരുത് നീ. നിന്നെ പൊക്കിയെടുത്തോണ്ടതാ ഇവിടെ കൊണ്ടിട്ട പാട് എനിക്കറിയാം. അപ്പോഴാണ് നീ റൂം വരെ വലിച്ചോണ്ട് പോകല്. നീ ഇത് പോയേടി. ഞാൻ ഇച്ചിരി നേരം കിടന്നുറങ്ങിക്കോട്ടെ. ഇന്നലെ ഹോസ്റ്റലില്ല പോയെങ്ങാനും കേട്ടോ, മതിയായിരുന്നു. അതിന് മാത്രം എന്തെങ്കിലും സംഭവിച്ചേ? ഞാൻ അത്രയ്ക്ക് ഓവറായിരുന്നു. എന്തോ എങ്ങനെ ഓവറായിരുന്നോ? എടി നിന്നെ വാടിക്കേറി പീട്ടിക്കേറ്റ സമയം കഴിഞ്ഞു. എത്ര പങ്കാളി അടിച്ചു തീർത്തത്. അത് മാത്രല്ല, നീ ഇന്നലെ ആ വിഷ്ണുവിന്റെ ചെവി വരെ കടിച്ചു പറിച്ച്. എന്നിട്ട് ഇതാ ഇതിപ്പോ നിന്നിൽ എന്തൊക്കെ കോപ്രായം നീ കാണിച്ചോട്ടിന്ന് ഞങ്ങൾക്കോലൊരു വെളിയില്ല കേട്ടാ. നാളെ വിഷ്ണുവിന്റെയും വിവേകിന്റെയും സാറിന്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോഴറിയാം നീ എന്തൊക്കെ ഇന്നലെ അവരെ കാണിച്ചു. അവർക്ക് ഇനിയും പണികൾ തരാൻ ബാക്കി. നാളെയോ? എന്തിനു നാളെ ആക്കണം? ഇന്നങ്ങോട്ട് പോയില്ലേ? ഇന്ന് തന്നെ കിട്ടാടി, ഇന്ന് തന്നെ കിട്ടും. എന്റെ പൊന്നുമോക്ക ഓൾ ദ ബെസ്റ്റ്. ഇന്ന് ചിലപ്പോ അവര് വന്നില്ലെങ്കിൽ ആയി. എടിച്ചേ, അതങ്ങനെ ശരിയാവും. ഇന്ന് അവര് വരില്ല എന്നല്ല പറഞ്ഞു. അവരെ പട്ടി കടിച്ചു, അതിന് ടീറ്റ് എടുക്കാൻ പോണെന്നല്ല പറഞ്ഞു. എടി പരമചറ്റ, നീ എന്നെ പട്ടീനാക്കിയല്ലേടി. എന്റെ കുറ്റല്ല. പെഗടിച്ചു കഴിഞ്ഞാ എനിക്ക് ബോധമില്ലാത്ത എന്റെ കുറ്റാണോ? നീ ഒന്ന് അടിക്കണം. നിനക്ക് ലാസ്റ്റ് വിലവും പക്കണമാണില്ല. ഏയ് ഒരിക്കലല്ല കൂട്ട, ഒരിക്കലല്ല. നിന്റെ കുറ്റമേ അല്ല. നിന്നെ ആ ക്ലബിൽ കൊണ്ടോണെന്ന് പറഞ്ഞ എന്റെ കുറ്റമാണ് എല്ലാം. വേണ്ടിയിരുന്നില്ല. ഒരു നിമിഷം നിത്യ പറഞ്ഞ് കേട്ടിരുന്നാ മതിയായിരുന്നു. അല്ല എനിക്ക് പാവന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിന്റെ കൈ കടിച്ചു പറിക്കില്ലായിരുന്നല്ലോ. അതെ അതെ, നീ ആകെ പോകെ ഉപദ്രവിക്കാത്ത വിവേക് സാറിനെ മാത്രം. അതിലൂടെ എനിക്ക് ഒരു കാര്യം ഡൗട്ടഡാണ്. സത്യം പറടി, നിനക്ക് അങ്ങനോട് മുടിഞ്ഞ പ്രേമല്ലേ? അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു ചരക്ക് പോയേനി എന്ന്. എനിക്ക് അങ്ങനോടൊരു തേങ്ങാക്കൊലയില്ല. പിന്നെ പ്രേമിക്കാൻ എനിക്ക് എത്ര തല ഇറക്കന്മാരുണ്ട്. എന്നിട്ടൊന്നിനെയും കിട്ടാതിട്ടാണോ ഞാൻ അപ്പൊ ഈ കുള്ളനെ പ്രണയിക്കുന്നത്? വേണ്ട വേണ്ട, അത് അത്ര കളി വേണ്ട. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് മൈ അലിയൻ. ഓക്കെ कृष्णेंदु, विवेक सर उनसे बोला नहीं है. क्यों श्रद्धा? देयर एनी प्रॉब्लम? मुझे नहीं पता. May I coming sir? വരൂ മിസ് കൃഷ്ണേന്ദു. വരൂ സിറ്റ്. പിന്നെ എന്താണ് എന്താ വേർക്കുന്നേ? നല്ലോണം വേർക്കുന്നില്ല. ഇത്ര ഏസി ഉണ്ടായിട്ട് എന്നാ പറ്റി? എന്നതാ ഒരു വേർപ്പൊക്കെ? സാർ, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ വേർപ്പിന്റെ സുഖം എനിക്ക് വല്ലാണ്ട് കൂടുതലാണ്. അതുകൊണ്ടായിരിക്കില്ലേ? എന്തായാലും സാറ് പറയൂ സാർ, എന്താ കാര്യം വിളിപ്പിച്ചത്? അത് താൻ ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഇരുട്ടി ആലോചിച്ചു. അന്നേരം അതിന് റിപ്ലൈ തരണ്ടേ? എന്ത് കാര്യം? അയ്യോ, അങ്ങനെ പറയല്ലേ. ചേട്ടാ അനുഭവിച്ചതാണ്. അതായത് ഇന്നലെ വെള്ളമടിച്ച് കീറിങ്ങി നിന്നപ്പോഴാണ് ചില സത്യങ്ങളൊക്കെ ഒരു ഇച്ചിരി കാരണവശാൽ കിച്ചുവിന്റെ വായിന്ന് ചാടിയുന്നേ. അതിലൊരു സത്യമായിരുന്നു കേട്ടോ എന്നെ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ആ പ്രപ്പോസൽ ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണേ. കാരണം എനിക്ക് തന്നെ ഇഷ്ടം. ഇത്ര പറയുന്നുണ്ട്. തനിക്ക് എന്തായാലും താൻ എന്നെ ഇന്നലെ തന്നെ പ്രപ്പോസ് ചെയ്ത സ്ഥിതിക്ക് തനിക്ക് ഇനി നോ എന്നൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ ബസ് പറഞ്ഞു, നീ ബസ് പറഞ്ഞു. അപ്പോ നമ്മൾ ഇന്ന് മുതൽ പറഞ്ഞാലേ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്. ഓക്കെ, അന്നേരം ഇന്നോട്ട് നീ എന്റെ കോണ്ടാക്ട് എന്നൊക്കെ പറയാം. വാവ്, ബ്യൂട്ടിഫുൾ. സാറേ, അതൊരു കാര്യം പറയട്ടെ. അതൊരു പ്രത്യേക കാരണവശാൽ പറഞ്ഞുപോലാ. എന്നാലും സാറിന്റെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് നിരസിക്കുന്നില്ല. ഞാൻ എന്തായാലും എന്റെ നൻപത്തിമാരെ ഒന്ന് കോൾ ചെയ്യട്ടോ. ഹലോ നിത്യ, ഞാൻ കിച്ചുവാടി. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടീസ്, അപ്പോൾ നമ്മുടെ വിവേകും നമ്മുടെ കിച്ചുട്ടിയും സെറ്റായിടാ മക്കളെ. അപ്പോൾ അവരുടെ പ്രണയ നിമിഷങ്ങളാണ് പിന്നീട് അങ്ങോട്ട്. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അങ്ങനെ എളുപ്പം അങ്ങോട്ട് കടന്നുപോയി. അങ്ങനെ ഇന്നേക്ക് നമ്മുടെ വിവേകും നമ്മുടെ കൃഷ്ണനും സെറ്റായിട്ട് ഇന്നേക്ക് 11 മാസം കഴിഞ്ഞു. കൃത്യം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ നിത്യയും കിച്ചുവും ഓഫീസിൽ വന്നിട്ട് 1 വർഷമായി.
ഈ ഒരു വർഷത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും സംഭവിച്ചു. കാരണം നമ്മുടെ നിത്യയ്ക്ക് എന്തോ ഒരു സോഫ്റ്റ് കോർണർ, കാരണം എന്തോ ഒരു ഫീലിങ്സ് നമ്മുടെ വിഷ്ണുവിൻ്റെ അടുത്ത് വന്നു തുടങ്ങി കേട്ടോ. പക്ഷേ അവർക്കതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ നമ്മുടെ കിച്ചുവിനോട് ഇതെല്ലാം പറയുകയാണ്. എന്ന് വെച്ചാൽ അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന്. അപ്പോൾ നമുക്ക് കണ്ടാലോ. ഒരു വർഷം പെട്ടെന്ന് കിടന്ന വലിയ സങ്കടപ്പെട്ടെന്താ കേട്ടോ മക്കളെ. അടി 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 ഇന്ന് വേണ്ട നമ്മൾ ഓഫീസിൽ വന്നിട്ട് ഒരു വർഷം, നീ വിവേക് സാറോട് സെറ്റായിട്ട് 11 മാസവും എനിക്ക് വിഷ്ണുവിനോട് ഫീലിങ്സ് തോന്നിയിട്ട് 5 മാസം. എനിക്കറിയില്ലടി അതിനെ എങ്ങനെ പേരിട്ട് വിളിക്കണമെന്ന്. അത് ലവ് ആണോ അട്രാക്ഷൻ ആണോ ഒന്നും എനിക്കറിയില്ല. ഒരു കാര്യം അറിയാം, ഐ വിൽ ഫാൾ ഇൻ ലവ് വിത്ത് ഹിം. ഞാൻ ഇതിനെ നല്ല അസലായിട്ട് പ്രാന്തെന്ന് പറയും, അതും അവനെ. എടി നിനക്കറിയില്ലേ, അവന് നമ്മളെയൊന്നും പിടിക്കില്ല. അവൻ പ്രണയിക്കുന്നത് നിലേനെയാണ്. നീ എന്തായി പറയുന്നേ? നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല, അത്ര സിമ്പിളല്ല. അവനിപ്പോ അല്ല, അഥവാ ഇപ്പൊ നിള വിവാഹം ചെയ്തു പോലും ചെയ്തില്ല പോലും, പക്ഷെ അവനിപ്പോഴും അവളുടെ ഫീലിങ്സ് ഉണ്ടെന്ന് നീ തന്നെയല്ല പറയുന്നേ. അതും ഒരു ശരിയാണ്. ചിലപ്പോ എന്നെ കൂടുതൽ സങ്കടപ്പെടുത്താനായിരിക്കും, അറിയില്ല. ഞാൻ എന്തായാലും വിട്ടോളാടി, ഞാൻ ഓക്കെ ആയിക്കോളാം. അയ്യോ എന്നെ കുഞ്ഞ് ശ്രദ്ധാവല്ലേ. ഒരു കാര്യം പറയട്ടെ, നീ ഒന്ന് നന്നായി ചിന്തിക്കണം. വിഷ്ണുവിനെ പറ്റിയാണേലും നീളനെ പറ്റിയാണേലും ചിന്തിക്കണം. ചിന്തിച്ചിട്ട് നിനക്കിത് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ നീ പ്രണയിച്ചു. ഞാൻ ഒരിക്കലും നിന്നെ കുറ്റം പറയില്ല. പക്ഷേ ഇതോർത്ത് നീ ഒരിക്കലും കരയരുത്. വിഷ്ണു കാരണം നിന്റെ കണ്ണ് നിറയരുത് പ്ലീസ്. ചിലപ്പോ അങ്ങനെ കാണാൻ നീ കരഞ്ഞു കഴിഞ്ഞാ എനിക്ക് നീയല്ലേ വലുത്. ചിലപ്പോ ഞാൻ വിവേക് സാറിനെ വേണ്ടാന്ന് വരെ വെക്കുന്നത്. എടി അതെന്റെ ഫീലിങ്സ് ആണ്, ഓക്കെ. അതെന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു, ഞാൻ പിഴഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒരിക്കലും വിവേക് സാറിന് വിട്ടു പോകരുത്, ഓക്കെ. ഒരിക്കലും എൻ്റെ ഒരു പേര് പറഞ്ഞ് നിങ്ങളമ്മ ബ്രേക്കപ്പ് ആവുകയോ നിങ്ങളമ്മ അടി ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. അത് ഞാനതിന് ഒരു ഇപ്പോൾ നിങ്ങളുടെ ഇതില് ഞാൻ വെളിയിൽ നിന്നുള്ള ഒരാളാണ്, ഓക്കെ. അപ്പോൾ ഒരിക്കലും എൻ്റെ ഒരു പേര് പറഞ്ഞ് നീ വിവേക് സാറിനോട് അടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേര് ബ്രേക്കപ്പ് അടിക്കാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കരയും, എങ്ങനെയും കരയാം. പക്ഷേ ആ ഒരു റീസൺ വെച്ചിട്ട് നീ വിവേക് സാറിനോട് അടി ഉണ്ടാക്കരുത്. അത് ചേരുന്ന പരിപാടി അല്ലാട്ടോ. ഒരൊറ്റ അടി കയറ്റി വെച്ചിട്ടുണ്ടല്ലോ, എൻ്റെ 32 കൊല്ലം താഴെ കിടക്കും. അവള് വെളിയിൽ നിന്നുള്ള ആളാണ് പോലും. എടി നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി ഏതാളും, ഓക്കെ. അതിപ്പോ വിവേക് സാറിന് മാത്രം എടുത്ത് പറയണ്ട, എനിക്ക് ഉണ്ണി പോലും നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നീയാണ് എൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. നിന്നെ കരയിക്കുന്നവരെ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. അവരോട് ക്ഷമിച്ചിട്ട് പോയിട്ട് പിന്നീട് അവരോട് ഇത് ചെയ്യാൻ പോലും എനിക്ക് പിന്നെ തോന്നില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് പ്രശ്നം എന്താ കഥ പൊക്കോ. വിഷ്ണു, നീ ഒന്ന് മനസ്സിലാക്കുക. നീ പ്രണയിക്കുന്ന പെൺകുട്ടി ഇന്ന് ചിലപ്പോൾ ഒരു അമ്മയാവാം, ഒരാളുടെ ഭാര്യയാവാം. എന്നിട്ടും നീ അവളെ പ്രണയിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ് കേട്ടോ. നീ അവളെ പറഞ്ഞ് എന്നെ സ്വീകരിക്കും പ്ലീസ്. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് നയന. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ പ്രണയിക്കുന്നവള് ഇന്നൊരാളുടെ ഭാര്യയായിരിക്കാം, ഒരാളുടെ ഒരു കുഞ്ഞിന്റെ അമ്മയായിരിക്കാം. ബട്ട് ഐ ഡോണ്ട് കെയർ. ബട്ട് അവൾക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഇപ്പോഴുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും. ഇതെല്ലാം കേട്ടോണ്ട് നിന്ന് നിത്യ അവിടെ നിന്ന് എളുപ്പം തന്നെ പോയി. പിന്നീട് ഒന്നും കേൾക്കാനുള്ള ത്രാണി അവൾക്കില്ലായിരുന്നു. അവൾ എളുപ്പം വാഷ്റൂമിൽ പോയി. ഞാൻ എന്തൊക്കെ കേൾക്കണേ. വിഷ്ണു ഇത്രയ്ക്ക് നിന്നെ സ്നേഹിച്ചിരുന്നു, അവന്റെ പ്രണയം ആത്മാർത്ഥമായിരുന്നു. പക്ഷെ ഉണ്ണിയേട്ടൻ, എനിക്ക് അറിഞ്ഞൂടാ എന്താ സംഭവിക്കണേന്ന്. കൃഷ്ണന്തു, നീ തന്നെ വന്നോ? ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് ഓസ്ട്രേലിയ വരെ പോകണം. ഈ അടുത്ത വർഷത്തെ മീറ്റിംഗ് അവിടെയാണ്. 2 വീക്സ് നമ്മൾ ഓസ്ട്രേലിയയിലായിരിക്കും. എന്തോന്ന് ഓസ്ട്രേലിയയിലോ? ഓസ്ട്രേലിയ 2 വീക്സ് പറഞ്ഞു വരുമ്പോ 14 ദിവസം ഓസ്ട്രേലിയ വയ്ക്കുന്നത്. അല്ല എന്നാ പോന്നെ? എന്നാ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ പോകും. ഏയോ താൻ എന്താടോ പറയുന്നേ? എന്നോടൊരു വാക്ക് ചോദിച്ചോ? എന്തേലും എടുത്തോ? എന്താ നാളെ എന്നൊക്കെ പറയുമ്പോ വയ്യ. എന്റെ കൊച്ചിനോട് ഞാൻ പറയണ്ടേ? നിത്യ വീട്ടിൽ ഒറ്റയ്ക്കാടോ? അത് പിന്നെ എനിക്കിപ്പോ മാറ്റാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നീ വന്നേ പറ്റൂ. നീ എന്റെ PA കൂടെ ആയതുകൊണ്ട് എന്റെ കൂടെ എന്റെ PA ആണ് വരേണ്ടത്. അന്നേരം ആ മീറ്റിംഗിൽ നീയാ പങ്കെടുക്കേണ്ടത്. അന്നേരം നീ വന്നല്ലേ പറ്റൂ.
നിത്യനെ നമുക്ക് അഞ്ജലിയുടെ അടുത്തിട്ട് നിർത്താം. വിവേകേട്ടാ, നിങ്ങൾക്ക് എന്റെ ബോധം വെക്കണമെന്നില്ലേ? നാളെ അല്ലേ അഞ്ജലിയും വൈശാഖേട്ടനോട് അവളുടെ വീട്ടിൽ പോകുന്ന കല്യാണം പറയാൻ, മീൻസ് കല്യാണം ആലോചിക്കാൻ. ആണല്ലേ, നാളെയാണല്ലേ വൈശാഖേട്ടൻ പോന്നെ അഞ്ജലിനെ പെണ്ണ് വയ്ക്കാൻ. ഞാനത് ഓർത്തില്ല. അപ്പൊ പിന്നെ നിത്യനെ എവിടെ നിർത്തും? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിഷ്ണുവിന്റെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിർത്തിയാലോ? സത്യം പറ, ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം എനിക്കില്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എടോ, അവളൊരു പെൺകുട്ടിയാ. വിഷ്ണുവിന്റെ കൂടെ അങ്ങനെ നിർത്തി എനിക്ക് വയ്യ. അവള് നിൽക്കാന്ന് എനിക്ക് തോന്നില്ല. അത് മാത്രമല്ല, അവളിപ്പോ നിൽക്കാൻ സമ്മതിച്ചാൽ തന്നെ വിഷ്ണു ഒട്ടും സമ്മതിക്കില്ല. കാരണം ഇത് രണ്ടും കീരിയും പാമ്പുവാ. നീ അതോർത്ത് പേടിക്കണ്ട, എന്നേക്കാൾ അവനെ നിനക്ക് വിശ്വസിക്കാം. ഓഹോ, അപ്പൊ ഞാൻ തന്റെ കൂടെ ഇങ്ങനെ വിശ്വസിച്ച് വരും? അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാനത് ഇതിനു വേണ്ടിട്ട് പറഞ്ഞല്ലേ, എന്നെ വിശ്വസിക്കാത്ത. നിത്യ, ഞങ്ങക്ക് രണ്ടിനും ഓസ്ട്രേലിയ പോണം. അപ്പൊ നീ വിഷ്ണു സാറിനോട് സ്റ്റേ ചെയ്യണം. നോ വേ. എന്തോ നോ വേ? നിനക്കറിയാലോ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഒന്ന് ഉച്ചയും മനസ്സിലാക്കി കൂടെ വേണം നിനക്ക്. അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, അതൊന്ന് ഇതിനു വേണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യടാ പ്ലീസ്. അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് പണ്ടേ പറ്റില്ല. ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ. നിനക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അഞ്ജലി ഇല്ലതാണ്, അതുകൊണ്ടല്ലേ. നീ എന്തായാലും പോയി നിൽക്കുക പ്ലീസ്. അഞ്ജലി ഇല്ലെന്ന് വെച്ചാൽ എന്റെ കൂടെ നിർത്തുകയാണോ? എനിക്ക് പറ്റില്ല അവളെ സഹിക്കാൻ. അവളെ വേറെ എവിടെയും കൊണ്ട് ആക്കാൻ പറ. നിന്നെ വേറെ എവിടെ ആക്കാനാ നീ പറയുന്നേ? നിന്നെ വേറെ എവിടെ ആക്കുന്നില്ല. ഞങ്ങക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകാൻ പറ്റുന്ന ഇത് വിഷ്ണുവിനെ മാത്രമേ ഉള്ളൂ. ഞാൻ സമ്മതിക്കില്ല. എന്നാ എനിക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അവളത് കേൾക്കുമെങ്കിൽ ഞാൻ അവളെ ഇവിടെ നിർത്താം. അങ്ങനെ 2 ദിവസം കടന്നുപോയി. നമ്മുടെ നിത്യ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ദിവസം കിടന്ന് ഉറങ്ങിയ ടൈമില് എടുപ്പെന്ന് എന്റെ ദൈവമേ, പണിപ്പാടി. എനിക്ക് ഡേറ്റ് ആകാനുള്ള ടൈമായിരുന്നു. ബെഡ് ഫുള്ളായല്ലോ, ഉറങ്ങി പോയി കോപ്പ്. ഇപ്പൊ എന്താ ചെയ്യാ? ബെഡിലുമായി, ദേഹത്ത് ഫുള്ള് ആവുകയും ചെയ്ത്. പോയി നേരം കുളിച്ചിട്ട് വരാം. ഇവളെന്താ എത്ര നേരം വരാത്തെ? എന്തായാലും പോയി നോക്കിട്ട് വരാം. നിത്യ, നിത്യ, നീ ഇതെവിടെയാ? ഇവിടെ ഡോർ ലോക്ക്ഡ് അല്ലായിരുന്നു. നിത്യ, എന്താ ഇവിടെ ബ്ലഡ് ഫുള്ള് ബ്ലഡ് ആണല്ലോ. എന്തൊക്കെ പറ്റിയേ? അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് അവൻ കേട്ടത്. അന്നേരം അവൾ ബാത്റൂമിലുണ്ടെന്ന് മനസ്സിലാക്കി അവൻ അവിടേക്ക് ചെന്നിട്ട്, നിത്യ, നിനക്കൊരു പ്രശ്നമുണ്ടോ? എന്താണ്? ഇതിൽ കുഴപ്പമുണ്ടോ നിനക്ക്? അയ്യോ, ഇത് വിഷ്ണു അല്ലേ? ഈ കാലൻ. അയ്യോ, ഞമ്മളെ ഡോർ ലോക്ക് ചെയ്താണ് കിടന്നേ. അതുകൊണ്ടായിരിക്കും കേറി വന്നത്. ബ്ലഡ് ഫുള്ള് കണ്ട് കാണണം. അതാണ് ഈ ചോദ്യം മുഴുവൻ. ഞാനിപ്പോ എന്താ പറയാ? ഇല്ല സാർ, എനിക്ക് എന്ത് പ്രോബ്ലാ? ഞാനിവിടെ കുളിക്കുക. കണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വയ്യ. ക്ലീൻ ആക്കിയിട്ട് കേറിയാ മതിയായിരുന്നു. എന്താ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞ? അത് പിന്നെ സാർ, ഞാൻ ചെറുതായിട്ട് ഒന്ന് ഔട്ടായിരുന്നു, അതുകൊണ്ടാ. ഔട്ടോ? നീ എന്താ പറയുന്നേ? അല്ല, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ തലയ്ക്ക്? സാർ, അത് പിന്നെ എനിക്ക് ഡേറ്റ് ആയി, അതുകൊണ്ടാ. ചോദിക്കണ്ടായിരുന്നു. മാറി. കുഴപ്പമില്ല. ശരി, ഞാൻ താഴോട്ട് പോവാം. താൻ ഫുഡ് കഴിക്കും. എന്താ നിത്യ മുഖം വല്ലാണ്ടായിരിക്കുന്നു? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്താ വയറ് വേദനിക്കുന്നുണ്ടോ? അത് പിന്നെ സാർ, എനിക്ക് എല്ലാ വട്ടം ഉള്ളതല്ല. ഇപ്രാവശ്യം ആദ്യം ഇങ്ങനെ വയറുവേദന എടുക്കുന്നത്. ഭയങ്കര വയറുവേദന ഉണ്ട്. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഫുഡ് വേണ്ട. ഞാനിപ്പോ കഴിക്കണില്ല. ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്നാ താനൊരു കാര്യം ചെയ്യും. താനിന്ന് ഓഫീസിൽ കയറണ്ട. താൻ ലീവ് എടുത്തോ. കുഴപ്പമില്ല. ഇന്നധികം വർക്ക്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അവനോട് താൻ റെസ്റ്റ് എടുത്തോ. ഞാൻ പൊക്കോളാം. ഓക്കെ?
ശരി സാർ. അങ്ങനെ നമ്മുടെ വിഷ്ണു ഓഫീസിൽ പോയിട്ടോ. പാവം നമ്മുടെ നിത്യ വീട്ടിലൊറ്റയ്ക്കാണ്. ആദ്യ ടൈമിൽ, അതായത് ചിന്തേനെ വരവേന എടുത്തെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വരവേന ഇല്ലാതെയായി. അങ്ങനെ ഒരു സാഹചര്യമായി. അവർക്ക് നല്ല ദേഷ്യം വന്നു. വരവേന പോയല്ല. അന്നേരം ആ ഓഫീസിലും പോകാൻ പറ്റില്ല, ലീവ് എടുത്തു. ഇപ്പോൾ സമയം ഒത്തിരിയായി. അന്നേരം അവൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഈവനിങ് ആയപ്പോൾ അവളാണെങ്കിൽ എല്ലായിടമൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഒരുക്കി പറപ്പാടായിരുന്നു കേട്ടോ. അന്നേരം ആ ടൈമിൽ ഈ റൂം എന്താ എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്യുന്നത്? ഒന്ന് തുറന്നു നോക്കിയാലോ? എന്തായാലും ഈ റൂം ഇവിടെ ക്ലീൻ ആക്കാം. ഇത്രയും റൂം ക്ലീൻ ആക്കി എടുത്താൽ ഈ റൂം മാത്രം ഒഴിച്ചിടണ്ട. നിത്യ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഈ റൂം തുറന്നേ? നിനക്ക് എന്താടി? നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനേ പറ്റുന്നുള്ളൂ. ഇങ്ങോട്ട് മാറിക്കേ. അവൻ ആ റൂം വലിച്ചടച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു, നീ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി വെറുതെ ഇടപെടരുത്. ഓക്കെ? നിനക്ക് ഈ റൂം തുറക്കാൻ ഒരു അധികാരമില്ല. ഈ റൂം മേലാ നീ തുറന്നു പോയേക്കരുത്, കേട്ടല്ലോ? ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗാണ്. തുറന്നാൽ പിന്നെ നിനക്ക് ഈ വിഷ്ണുവിനെ അറിയാലോ. അത് പിന്നെ സോറി സാർ, ഞാൻ അറിയാതെ തുറന്നതാ. സോറി. അങ്ങനെ നമ്മുടെ 2 ആഴ്ച പെട്ടെന്ന് കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് നിത്യ ഇങ്ങ് വീട്ടിൽ വന്നു. വിഷ്ണു വന്നിട്ടില്ല കേട്ടോ. എന്തോ ഒരു അച്ഛനുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് പോയതാണ്. അങ്ങനെ നമ്മുടെ നിത്യ വീട്ടിലൊറ്റയ്ക്കേ ഉള്ളൂ. അന്നേരം ടൈം ഇപ്പോൾ ഒരു 8-8:30 ആയിട്ടോ. ഇതാ വരുന്നു. കടന്ന് വെല്ലടിച്ച് പൊട്ടിക്കല്ലേ അവിടുത്തെ കാലമാറ്. സാർ, വിഷ്ണു സാർ, സാർ കുടിച്ചിട്ടുണ്ടോ? ഇതെന്താ ഇതെന്താ സാർ കുടിച്ചേ? എന്താ പറ്റേ സാർ? എന്നതാ ഈ കുടിക്കുന്നേ? കാല തേത്ത് വീഴുന്നു സാർ. അത് ചോദിക്കാൻ നീ ആരടി പോലെ? ആരേക്കും എന്നെ തടരുത്. ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. മാറ്. നീ എന്നെ പോകുന്ന പോയിട്ട് നിന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. മാറേക്ക്. നിത്യ, പ്ലീസ് മൂവ്. അതല്ല സാർ, സാറിന് എണ്ണീറ്റേ. ഇത് ആടി മര്യാദക്ക് നിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അപ്പോഴാണ് എന്റെ പൊന്നോ, ഇതെന്തുവാടെ, എന്തൊരു വെയിറ്റാണ് ഇത്. നിത്യ, don't touch me. നീ എന്നെ തൊടരുത്. I don't like this. നിത്യ, പ്ലീസ് മൂവ്. ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. പ്ലീസ് നിത്യ, don't touch me. You go now. സാർ, സാറിന് എന്തിനു സോക്കടായിരുന്നു? എന്തിനാ കുടിച്ചിട്ട് വന്നേ? നിത്യ, do you hate me? No. നീ ഇപ്പോഴും എന്നെ വെറുക്കുന്നുണ്ടോ? നിത്യ, ഞാനിപ്പോഴും അപ്പോഴും സ്നേഹിക്കുന്ന വ്യക്തിയുടെ അത് നീ അയ്യോ സാർ, ബോധം പോയോ? നീളാന്ന് പറയാനാണോ വന്നത്? അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീലേനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടില്ല. അതുകൊണ്ടാ മറക്കാൻ ഇച്ചിരി പാട്. പിന്നെ യാത്രയാണ് അങ്ങനെ നിന്നത്. ഇന്ന് കിച്ചു വിവേകാശം വരും. പറയാൻ മറന്നുപോയി. ചിലപ്പോ വിവേകേട്ടൻ വിളിച്ചു കാണുമല്ലേ. ചിലപ്പോ ഞാനിന്ന് തന്നെ പോകും. നാളെ ഓഫീസിൽ വരുമ്പോ കാണാട്ടോ. ബൈ. എന്തായാലും ഞാനിന്ന് പോവില്ലേ. അതിനു മുന്നേ ഈ റൂമില് എന്താന്ന് നോക്കിയാലോ? അല്ല വേണ്ട, വിഷ്ണു സാറ് അല്ല. എന്തായാലും അങ്ങേർക്ക് ബോധമില്ലല്ലോ, അറിയാനും ബോധമല്ല. എന്തായാലും ഒന്ന് കയറി നോക്കണം. എനിക്ക് ആ റൂം ഒന്ന് നോക്കണമെന്നൊരു ആഗ്രഹം. എന്തായാലും വരുന്നത്ത് വെച്ച് വേണം. എന്തായാലും തുറക്കാം. ഓ, ഇതെന്തത്? ഇരുട്ടാണല്ലോ. ഈ സ്വിച്ച് എവിടെയാ? സ്വിച്ച് കിട്ടി.